ദേശീയപാത 66-ന്റെ 6-വരിപ്പാതയിൽ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കാനാകില്ല. അവർക്ക് സർവീസ് റോഡ് തന്നെ രക്ഷ. നിലവിൽ എക്സ്പ്രസ് ഹൈവേകളിൽ ഇരുചക്രവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. സർവീസ് റോഡിലൂടെയാണ് യാത്ര. പുതിയ ഹൈവേയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് നോ എൻട്രി. ബൈക്കുകൾ സർവീസ് റോഡ് ഉപയോഗിച്ചാൽ മതി. ദേശീയപാത 66-ന്റെ 6-വരിപ്പാതയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാനാകില്ല. അവർക്ക് സർവീസ് റോഡ് തന്നെയാണ് രക്ഷ. നിലവിൽ എക്സ്പ്രസ് ഹൈവേകളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. സർവീസ് റോഡിലൂടെയാണ് യാത്ര. എന്നാൽ കേരളത്തിൽ ബൈപ്പാസുകളിൽ ഉൾപ്പെടെ പല സ്ഥലത്തും സർവീസ് റോഡില്ല. അത്തരം സ്ഥലങ്ങളിൽ പഴയ റോഡ് വഴി പോയി വീണ്ടും സർവീസ് റോഡിലേക്ക് കടക്കണം. എന്നാൽ പാലങ്ങളിൽ സർവീസ് റോഡില്ല. പുഴ കടക്കാൻ വേറെ വഴിയുമില്ല. അതിനാൽ അവിടെ ഇരുചക്ര വാഹനങ്ങളെയും അനുവദിക്കാൻ ധാരണയായിട്ടുണ്ട്. 60 മീറ്ററിലെ 6-വരിപ്പാത 45 മീറ്ററിലേക്ക് ചുരുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞെരുങ്ങിയത് സർവീസ് റോഡാണ്. ഇരുചക്ര വാഹനം ഉൾപ്പെടെ വേഗം കുറഞ്ഞ വണ്ടികൾ 6-വരിപ്പാതയിലെ ഏറ്റവും ഇടതുവശത്തെ ലൈനിലൂടെ അനുവദിക്കാമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ട്. 6-വരിപ്പാത വരുന്നതോടെ ചിത്രം പൂർണ്ണമായും മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സർവീസ് റോഡിൽ ബസ് ബേ ഇല്ല. ബസ് ഷെൽട്ടർ മാത്രമാണ് ഉണ്ടാവുക. ഇതിന് 4.5 മീറ്റർ നീളവും 1.8 മീറ്റർ വീതിയും ഉണ്ടാകും. 2 മീറ്റർ വീതിയുള്ള നടപ്പാതയിലാണ് ഷെൽട്ടർ സ്ഥാപിക്കുക. സർവീസ് റോഡുകളിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും. സ്ലാബിട്ട ഓവുചാൽ റോഡായി ഉപയോഗിക്കും. സർവീസ് റോഡിൽ പ്രത്യേക ബൈക്ക് ബേ ഉണ്ടാവില്ല. അടിപ്പാതകളിൽ സൈക്കിളിനും വഴിയില്ല. സർവീസ് റോഡിൽ നിന്ന് 6-വരിപ്പാതയിലേക്ക് കയറാനും ഇറങ്ങാനും വെവ്വേറെ വഴികളാണ്. ഒരേ സ്ഥലത്ത് രണ്ടും ഉണ്ടാവുകയില്ല. ഈ റോഡിന് 24 മീറ്ററാണ് വീതി. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. ൾക്ക് മാത്രമായി KSFE മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ 50,000 വരെ 6% നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ. 0% പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി. 5% പലിശ ലഭിക്കുന്ന 0 ബാലൻസ് മഹിളാ പ്ലസ് സുഗ്മ അക്കൗണ്ട്. ഇനി നമ്മുടേതാണ് പ്ലാൻ.